ബസ് അവരെ കിട്ടിയ നല്ല സിറ്റുവേഷനിലായിരുന്നോ? സിറ്റുവേഷൻ എടുക്കാൻ പോവാണ്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞപ്പോ നമുക്ക് ആ പേര് കൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കാണാനുണ്ട്. നീയും കൂടെ പോയിട്ട് നോക്കില്ല അല്ല ഇവിടത്തെ ആർക്കാന്ന് എനിക്കറിയില്ല. നല്ല റോഡ് കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് കുഞ്ഞാലും ശീലം. അല്ല എടാ അങ്ങോട്ട് ഇരുന്നിരിക്കും, അങ്ങോട്ട് ഇരുന്നിരിക്കും. മറ്റേ കക്കൂസിന്റെ അങ്ങോട്ട് ഇരുന്നിരിക്കും, അങ്ങോട്ട് ഇരുന്നിരിക്കും. കക്കൂസിനെ ഫേസ് ചെയ്യും. ബ്രോ ഇതിന്റെ അകത്ത് ഒരു ഡ്രസ് ഉണ്ടാവും നിർത്തിട്ട് ബ്രോ. അല്ലാണ്ട് ചില നട്ടില്ലാത്ത ഗ്യാങ്ങിനെ പോലെ ലീഡറിന് മറ്റേ ഇതെടുത്തിട്ട് മറ്റേ സേഫ് സോണിൽ ഓടി പോവില്ല. ബ്രോ ഹലോ ബ്രോ ഈ ബാഗിന്റെ അന്ന് ആ ഡ്രസ് എടുത്തിടൂ. ഇതിന്റെ അന്ന് ആ ഡ്രസ് എടുത്തിടൂ. പെട്ടെന്ന് കാണുമ്പോ അപ്പായിരിക്കില്ല ഈ സാധനം. മാറിയില്ലേ അവര് പറഞ്ഞു അവരെന്നെ പർച്ചേസ് ചെയ്യാം. അവരേതോ നായ ഓടിപ്പോയി അതിനെ പിടിച്ചോട്ടാ മതി. റാബിറ്റ് ആവട്ടെ. എന്താ ഇവിടെ സൈഡിൽ രണ്ടെണ്ണം വെക്കണം. രണ്ടെണ്ണം പിന്നെ ഡമ്മി മേലെ ഇവിടെ പിന്നല്ലാതെ പിന്നെ താളോടി അവരുടെ അടുത്ത് സംസാരിക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയി മൾട്ടിപ്പിൾ പിടിക്കണം. അവരിങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറയണം. നമ്മളായിട്ട് മൾട്ടിപ്പിൾ ആക്കണം. മനസ്സിലായി? പറ്റിക്കട്ടെ കുറച്ച് നമ്മളായിട്ട് പറയണ്ട. അവര് ഈ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങള് പറ്റണം. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ അല്ല നമുക്കിപ്പോ ഓൾറെഡി സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന കഴിഞ്ഞാലേ പുറത്തിരിക്കും. കാരണം നമ്മൾ അവരെ പോലെ വയ്യ പോകുന്ന പട്ടികളും ഇങ്ങനെ പലതും കുറയ്ക്കും. മനസ്സിലായില്ലേ? നമ്മള് ഡെമ്മികളല്ല. മറ്റേ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ വിളിച്ചു. നമുക്ക് സിറ്റുവേഷൻ ഉണ്ടായി പോയി. മനസ്സിലായോ? അതെ, നീ മാത്രം. ഓക്കെ, എംആർസെറ്റും കെ വി അടിപൊട്ടിട്ടുണ്ട്. എംആർസെറ്റിന്റെ ഭാഗത്തുനിന്ന് അടിപൊട്ടി. നല്ല കളിച്ച് കൊടുക്കളാ. ബ്രോ ഹലോ ബ്രോ ബിലാലിനെ തലയിൽ ഇട്ടിപ്പിച്ച കണ്ടിട്ട് കണത്തിട്ട് അല്ല 11:00 ശേഷമോ? അതെ. വാസ്തു ഇറങ്ങി അവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ എംആർ കിട്ടില്ല ഫൈറ്റേഴ്സ്. എംആർ സെറ്റിന്റെ അടുത്തൊരു വർക്ക് കിച്ചൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. 2 പിക്ക് വർക്ക് കിച്ചൻ. വീഷ്യസ് ഡീൽ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പിന്നെ ഐ തിങ്ക്
ഐ തിങ്ക് ലാസ്റ്റ് 3 അതില് ഓക്കെ ലിൽഫന്റെ ഒരു പിക്ക്, എമർസൺ ജോക്കർ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, സാഗർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു, വീഷസ് ലിൽ അടുത്തൊരു പിക്ക്, ജോക്കറിന്റെ അടുത്തൊരു പിക്ക്, ലെഗസി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ജോക്കർ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ ഐ തിങ്ക് എമർസൺ ജോഷുവ ഒരു പിക്ക് എടുത്തിട്ടാണ് ഡൗൺ ആയിട്ടുള്ള. കാസ്റ്റലോ മനസ്സിലായോ? 9ന്റെ മോനെ ആരോ വിളിച്ചത്? ഞാൻ പറയട്ടെ മോനെ, നീ ഞാൻ അവിടുന്ന് കൊണ്ടപ്പോ എന്നെ കൊണ്ടപ്പോ നിന്നോടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നീയൊക്കെ കൊള്ളുന്ന് പറഞ്ഞിരുന്നു. അത് ആ കോൺഫിഡൻസ് പറഞ്ഞാൽ മനസ്സിലായത്. ചോദിക്കുന്ന പോലെ ആൾക്കാരുണ്ട് ബ്രോ. ഇനിയും കിട്ടും, ഇനി കൂടോ കൈത ഇനിയും കിട്ടും. മനസ്സിലായ ഇതെല്ലാം ചെയ്യണം നോക്കിതാ. എവിടത്തെ ആർക്കാന്ന് എനിക്കറിയില്ല. നീയും കൂടെ പോയിട്ട് ഓക്കെ. മോനെ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും പറയാലോ, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും പറയാം. 4, 6, 8, 10. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും ഒരു കാര്യം പറയാം. നമ്മൾ ജയിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്കും പറഞ്ഞില്ല. പക്ഷേ എന്റെ പിള്ളേർ അവന്മാർ മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അവന്മാർ ഒരിക്കലും നിങ്ങളെ എന്നെ നിരാശപ്പെടുത്തൂല. അവന്മാരെ മാക്സിമം എഫേർട്ട് ഇട്ട് അവന്മാർ കളിച്ചിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ജയിച്ചാലും തോറ്റാലും അവന്മാർ അത് മാക്സിമം ചെയ്തു എന്നുള്ളതിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ജയിച്ചാലും തോറ്റാലും നമ്മൾ ഈ പേടിച്ച് അട്ടത്ത് കയറി ഒളിച്ചിരിക്കാനൊന്നും നമ്മളെ ഇനി കിട്ടൂല. മനസ്സിലായ? ഒരു ദിവസം 3 ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KV ആയിട്ടുള്ള വാറ് കൺസൈൻമെന്റ് 3 അടിക്കലടാ അവന്മാര്. 3 അടിക്കുമ്പോഴത്തേക്ക് അവന്മാർക്ക് മാക്സിമം വാട്ടെവർ എനിക്ക് അവന്മാർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തും പറയും. നമ്മൾ ജയിച്ചിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അത് തന്നെയാണ് വിശ്വാസം. മനസ്സിലായോ? അവന്മാര് മാക്സിമം അടിച്ചു തരാൻ നോക്കോടാ. അല്ല അവന്മാരുടെ അടുത്ത് എന്നിട്ട് എടാ മക്കളെ നിങ്ങൾ ജയിച്ചാലും തോറ്റാലും അങ്ങനെയല്ല. അവന്മാരുടെ അടുത്ത് എനിക്ക് മാക്സിമം നമ്മൾ ജയിക്കുമെന്ന് തന്നെ എനിക്ക് അവന്മാരുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ബാക്കി അവന്മാർ അടിച്ചു തരും. എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് തോറ്റാലും കുഴപ്പമില്ലെന്നേ. തോറ്റാലും എനിക്കത് സന്തോഷമുള്ളൂ. കാരണം എന്റെ പിള്ളേർ ഒരിക്കലും വെറുതെ പോയി അടി വാങ്ങിച്ചിട്ടിങ്ങ് വരൂല. മനസ്സിലായ? കിട്ടിയാലും കൊടുക്കും, കൊടുത്തിട്ടേ വരുള്ളൂ. ഞങ്ങളുടെ മീറ്റിംഗ് ഏരിയയിലെത്തിയേ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞില്ലേ. പിന്നെ ഇതിങ്ങനെ ഓരോന്ന് 1 by 1 നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നോ? 2 സെക്കൻഡിൽ സംസാരിച്ചിട്ട് തോട്ടോടി നമ്മൾ കാര്യം പറഞ്ഞതാ. അല്ല നമുക്കതിൽ വേറെ നമ്മൾ ഡൗൺ ആയി നമ്മൾ ഉണക്കാനോ സംസാരിക്കാനോ അലമ്പുണ്ടാക്കാനോ വന്നല്ല. നമുക്ക് വാർ വിളിക്കണം, നമുക്ക് ടൈമിന് വാർ വിളിക്കണം. ഇതിങ്ങനെ കട കണ്ടി ആ ഇല്ലടാ നിന്റെ കഴിവ് കണ്ടടാ അവിടെ കുരിഞ്ഞിരുന്നപ്പോ. ിരിക്കുന്ന അവിടെ പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എമർസണും KV ഇവിടെ കണ്ടുപിട്ടി പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഇക്രുമോൻ ഇവിടെ ഇറങ്ങുമോ? ഇക്രുമോന്റെ വണ്ടി ഇവിടെ നിർത്തി. ഇക്രുമോൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. KV പക്ഷെ ഇവിടെ കുത്തിയിട്ടില്ല. എമർസന്റെ വെഹിക്കിൾസ് എല്ലാവരും 1, 2, 3, 4, 5, 6 വണ്ടിയും ഈ ഒരു ഏരിയയിൽ കുത്തിയിട്ടുണ്ട്. പക്ഷേ KVയുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഈ ഒരു ഏരിയയിൽ കുത്തിയിട്ടില്ല. എമർസൺ വേഴ്സസ് KV ആണ് കറന്റ് സിറ്റുവേഷൻ ഉള്ളത്. KVയുടെ 6 വെഹിക്കിൾ നമുക്കിവിടെ കാണാനുണ്ട്. എമർസഡ് എല്ലാവരും തിരിച്ച് വെഹിക്കിൾസിലേക്ക് കയറുന്നൊരു ഇതാണ് നമുക്ക് കാണുന്നത്. വെഹിക്കിൾസിലേക്ക് എല്ലാം കയറി വണ്ടിയെല്ലാം പിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എമർസഡിന്റെ ഒരു വണ്ടിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അവിടെ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടും. പിന്നെ ഞാൻ ഇറക്കും. ജോഷ് ഒരു പിക്ക്, ജപ്പാൻഡാഞ്ചി ഒരു പിക്ക് എടുത്തിട്ട്, അലക്സ് ഡുവോർ ഒരു പിക്ക്, അൾട്രോന്റെ അടുത്തൊരു പിക്ക്, കരിമീൻകോട് ഒരു പിക്ക് എടുത്തിട്ട്. KV ഓൾമോസ്റ്റ് ഡൗണ്. ഇവിടെ KV ഡൗണ്. W
എടാ നീയൊക്കെ നിന്റെയൊക്കെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോടാ, നിന്റെയൊക്കെ ഓവർ കോൺഫിഡൻസ് അതാടാ നിന്നൊക്കെ തോൽപ്പിക്കുന്നത്, മനസ്സിലായോ? നിന്നൊന്നും ആരും തൊടൂല, നിന്നൊന്നും ആരും അടിക്കാൻ പറ്റൂല എന്നുള്ള നിന്റെയൊക്കെ തോന്നലുണ്ടല്ലോ, അതാണ് നിന്നൊക്കെ തോൽപ്പിക്കുന്നത്. പൂറന്മാര് ഒരു മിനിറ്റ് ഒരു കോപ്പിറൈറ്റ് പറയാനുണ്ട്, മേക്ക ഒരു കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്. അല്ല കേറിയ കണ്ടികൾ അങ്ങ് മാറി കുഴിഞ്ഞിരിക്കണ. മനസ്സിലുണ്ട്